ഹലോ മച്ചാന്മാരെ, വെൽക്കം ടു ലാസ്റ്റ് ബെഞ്ച് മച്ചാൻസ്. ഹലോ മച്ചാൻസ്. നമ്മുടെ ചാനല് വീണ്ടും പറയണം, മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അന്നേരം നമുക്ക് റെസ്റ്റോറൻറ്റിൽ കയറ്റില്ല, സബ്സ്ക്രൈബേഴ്സ് റെസ്റ്റോറൻറ്റിൽ കയറ്റുന്നില്ല. You may please take your leave right now. ഒന്നുകൂടി ആലോചിച്ചിട്ട് ഇറങ്ങി പോടാ അവിടുന്ന്. ഇപ്പൊ എന്തായാലും നമ്മളെന്തായാലും കഴിച്ച് അങ്ങനെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞത്. ബാംഗ്ലൂരിലത്തെ ഒന്നാമത്തെ ബെസ്റ്റ് ബിരിയാണിയാണെന്നാണ് ഇവൻ പറഞ്ഞത്. അറിയില്ല, കഴിച്ചു നോക്കട്ടെ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റത്തെ എന്താ എന്ത് ബിരിയാണി ആയിരുന്നത്? അല്ലടാ, ഫസ്റ്റ് ഇതിന്റെ പേര് വേറെ അല്ലായിരുന്നു. ഇത് വന്ന് അമ്മീസ് ബിരിയാണി. ഇപ്പം ആദ്യത്തെ അമ്മീസ് ബിരിയാണിയാണ്, ഇപ്പോഴത്തെ ഷെരീഫ് ഭായ് ബിരിയാണി. സെയിം ആണ്. അപ്പം എന്തായാലും നമുക്കവിടെ അവരൊക്കെ പറ്റുവാണെങ്കിൽ നമ്മളൊക്കെ അതിൻ്റെ ഉള്ളിൽ റെസ്റ്റോറൻറ്റിന്റെ ഒരു വീഡിയോ ഇടാം. ഇപ്പൊ എന്തായാലും നമ്മളിങ്ങനെ ബിരിയാണിന്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം നമ്മള്. അപ്പൊ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാണ്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ എന്തായാലും നമ്മുടെ മച്ചാൻ നാട്ടിലാണ് ഇനി എത്തിയിട്ടില്ല. മച്ചാൻ പാക്കിംഗിൽ QR കോഡ് ഉണ്ട്, ഫ്ലാറ്റ് ഡിസ്കൗണ്ട് കിട്ടും 15% നെക്സ്റ്റ് ഓർഡറിൽ. ക്ലോസപ്പ് കാണിച്ചത് ഇതാണ് QR കോഡ്. ഇപ്പൊ എന്തായാലും നമ്മള് ബിരിയാണി ഇട്ട് കഴിച്ച് ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ നമുക്ക് പറയാം. ഈ ഒരു സീൻ കൂടെ ബ്ലോഗറായിട്ട് ഫിഗർ വെച്ചിട്ടാ ഇതിനാ കഴിക്കുന്നതല്ലോ. എന്താ ക്വാണ്ടിറ്റി എത്ര ഉണ്ട് നോക്കാം. പീസൊക്കെ താഴെ ഇതിന്റെ നല്ല ഫ്ലേവേഴ്സ് ഉണ്ട്. ആ ചിക്കന്റെ ഫ്ലേവർ നല്ലോണം ഇറങ്ങിയിട്ട് നല്ലൊരു ഫീലാണ്. ചിക്കനായിട്ട് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് നല്ല ഉള്ളത് മട്ടനല്ല. മട്ടനാണ് കുറച്ചും കൂടി എന്താ പറയാ ഫ്ലേവർ. ആ ഒരു മട്ടണിന്റെ ആ ഒരു ഫ്ലേവർ നല്ല നീറ്റായിട്ട് സ്മെല്ല് അറോമ നന്നായിട്ട് നല്ല. പിന്നെ ജാസ്തി മസാല അങ്ങനത്തെ ഒന്നുമില്ല, നീട്ടാ. എല്ലാ
കഴിക്കുമ്പോൾ ഓരോരോ ഇതില് ഓരോരോ ബൈറ്റ് ആ ഫ്ലേവർ കറക്റ്റായി മനസ്സിലാവും എല്ലാവരുടെ. എനിക്കൊന്ന് ഇതില് ജാസ്തി മടണം. ഇത് ഇറച്ചിൻ്റെ എല്ലാ പീസും ഇതിൻ്റെ എല്ലാം നല്ല നീറ്റായിട്ട് ബിരിയാണിയിൽ സെറ്റിൽ ആയിട്ടുണ്ട്. ഈ ബിരിയാണി മോസ്റ്റ്ലി എങ്ങനെ ആക്കണ പറഞ്ഞെങ്കിൽ ഇതിന് ആവി കയറ്റിട്ടാണ്. ഫസ്റ്റ് മോസ്റ്റ്ലി സെപ്പറേറ്റ് മട്ടൻ്റെ ഗ്രേവി സെപ്പറേറ്റ് ആക്കി റൈസ് സെപ്പറേറ്റ് ആക്കി ആക്കില്ലേ, അതേമാതിരി ആക്കിയിട്ട് ഒരു 80% ചോറിനെ വേവിച്ചിട്ട് പിന്നെ ഇത് രണ്ടും മിക്സ് ആക്കിയിട്ട് ദമ്മ വെക്കും. സോ അപ്പോൾ അത് അതിൻ്റെ മണം അങ്ങനെ പിടിക്കും. ടേസ്റ്റ് വൈസ് ചിക്കനെ കാട്ടെ നല്ല ലൊക്കേഷൻ ഇത് HRP റെസ്റ്റോറൻറ്റിലെ ആൾ കുറവാണ്, ജാസ്തി ഓൺലൈൻ ഓർഡേഴ്സ്. എന്തായാലും ബാംഗ്ലൂരിലെ മച്ചന്മാര് ഡെഫിനറ്റ്ലി ട്രൈ ആക്കുന്ന ഒരു ബിരിയാണിയാണ് ഷെരീഫ് ഭായ് ബിരിയാണി. അപ്പം എന്തായാലും നിങ്ങൾ കഴിക്കുക, നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ റിവ്യൂ നിങ്ങളുടെ കമൻസിൽ അറിയിക്കുക. നല്ല മണി ബിരിയാണി അടിക്കണ്ടേ? മണി അടിക്കണം. മസാല അത് സ്പൈസി ഒന്നുമില്ല, ജസ്റ്റ് മസാല ഇവിടെ ഈ ഗോഷ് പത്തർ ഫ്രൈ ഒക്കെ കിട്ടും. കല്ല് വെച്ച് വെച്ച് കല്ല് ഫ്രൈ ആക്കാൻ. അപ്പോൾ എന്തായാലും നമ്മൾ അവരുടെ റെസ്റ്റോറൻറ്റിലേക്ക് പോകാൻ പറ്റിയ നമുക്ക് പെർമിഷൻ തരുവാണെങ്കിൽ നമ്മളെന്തായാലും ഫുള്ളൊരു വീഡിയോ ആക്കുന്നുണ്ട്. കുറേ ടേസ്റ്റുള്ള സാധനങ്ങളുണ്ട്, പ്രത്യേകിച്ച് മട്ടൺ. പെർമിഷൻ കിട്ടുന്ന കഷ്ടമുണ്ട്, സബ്സ്ക്രൈബേഴ്സ് കൂടിയാലേ കിട്ടുള്ളൂ. വന്ന ആളൊക്കെ മണിയടിച്ചിട്ട് സബ്സ്ക്രൈബ് ആക്കിയിട്ട് എല്ലാം ഇൻഫ്യൂസ് ആയിട്ടുണ്ട് മസാല. പീസ് സോഫ്റ്റ് ഉണ്ട്. നമ്മൾ ഇന്നലെ കഴിച്ചതാണ് പൗഡർ. അതും നമുക്കൊന്ന് നോക്കിയിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. ഗോൾഡ് വാട്ടർ എന്ന് പറഞ്ഞിട്ട് ഫ്രഞ്ച് പേരിലേക്കല്ല അല്ല ഇവിടെ കസ്തൂരി. ഹലോ മച്ചന്മാരെ, അപ്പം നമ്മൾ ബിരിയാണി കഴിച്ചു. ടേസ്റ്റ് വൈസ് ഒന്നും പറയാനില്ല, നല്ല അടിപൊളി ബിരിയാണി, നല്ല ടേസ്റ്റാണ്. എനിക്ക് മട്ടനാണ്, എനിക്ക് മട്ടൻ ബിരിയാണി ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല ടേസ്റ്റാണ് മട്ടനാണ്, പ്രത്യേകിച്ച് നല്ല നല്ല ഒരു ഫ്ലേവറാണ്. അപ്പോൾ എന്തായാലും ബാംഗ്ലൂരിലെ മച്ചന്മാർ ഒന്ന് ട്രൈ ചെയ്യുക, ഡെഫിനറ്റായിട്ടും ട്രൈ ആക്കുന്ന ഒരു ബിരിയാണി. അടുത്ത ബിരിയാണി ഏതാ ഞാൻ പ്ലാൻ ആക്കിയിട്ടില്ല. എന്തായാലും നല്ല ബാംഗ്ലൂരിലത്തെ നല്ലൊരു ടോപ്പ് ബിരിയാണി തന്നെ ആയിരിക്കും, നോക്കാം, ഡിസൈഡ് ചെയ്തിട്ടില്ല. അപ്പം എല്ലാവരും നമ്മുടെ ചാനൽ വീണ്ടും പറയണം, മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അന്നേരം നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ ഏറ്റവും റെസ്റ്റോറൻറ്റിലൊക്കെ ഏറ്റില്ല. അതാണ് നമ്മളിപ്പം വീട്ടിൽ വാങ്ങി കഴിക്കാനുള്ള കാരണം. അതെ, ഞങ്ങളുടെ കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും കുറച്ചും കൂടി ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരൊക്കെ എല്ലാവർക്കും ബൈ, ഹാപ്പി വീക്കെൻഡ്, ബൈ. ഹാപ്പി വീക്കെൻഡ്, ബൈ.